ഹായ്, ഇന്ന് നമുക്ക് പൈനാപ്പിൾ കൊണ്ടൊരു പായസം ഉണ്ടാക്കാം. അതിനായി 300 ഗ്രാം ശർക്കര ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഈ ശർക്കര നമുക്ക് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. നമ്മൾ ഓർഗാനിക് ശർക്കരയൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ചേർത്താൽ മതി. ഇതിലിപ്പോൾ കല്ലോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഉരുക്കിയെടുക്കുന്നത്. ഒരുപാട് കുറുകി പോകണ്ട, കട്ടകളൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്ന് അരിച്ചെടുക്കാൻ പരുവത്തിന് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലതായിട്ട് ശർക്കര തിളച്ച് വന്നിട്ടുണ്ട്, കട്ടകളൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ചവ്വരി വേവിച്ചെടുക്കണം. ഞാൻ 1/4 കപ്പ് ചവ്വരി വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് വേവുന്ന സമയത്തിന് നമുക്ക് കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി കശുവണ്ടിയും കൂടി ഞാനിതിലേക്കിട്ട് വറുത്തെടുക്കുന്നുണ്ട്. തീ ഒരുപാട് കൂട്ടി വെച്ച് അത് കരിഞ്ഞു പോകുന്ന രീതിയിൽ വറക്കരുത്. തീ ആദ്യം തന്നെ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കണം. കൂടെ തന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് നല്ല ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർത്തത്. നിങ്ങൾ പച്ചത്തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് വറുത്ത് കൊടുക്കണേ. ഇതിപ്പം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് കോരി മാറ്റി വെക്കുവാണേ. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിൾ മുറിച്ചെടുത്തതാണ്. കുറച്ച് ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് മുറിച്ചും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചതും അരച്ച് വെച്ചതും എല്ലാം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പോൾ പൈനാപ്പിൾ അരച്ചൊക്കെ എടുക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വേണ്ട, പിന്നെയും കുറുക്കിയെടുക്കാനുള്ളതാണ്. അപ്പം കുറച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നന്നായി വെള്ളം വറ്റി വരുന്നതിനനുസരിച്ച് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നെയ്യും ആ പൈനാപ്പിളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ലൊരു മണം വരും. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചവ്വരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരി ഇത്രയും ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കുറച്ചും കൂടി കുറച്ച് ചേർത്താൽ മതി. എന്തായാലും പൈനാപ്പിൾ പായസത്തിൽ ചവ്വരി നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതും നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് ശേഷം നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനിയും കുറച്ച് സമയം കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. ശർക്കരയും പൈനാപ്പിളും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുറുകി നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയുള്ള കട്ടിയുള്ള പാത്രത്തിലാവുമ്പം അധികം അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടും. ഈ സമയത്ത് ഞാനൊരു 1 സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുറുകിയ പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ പായസം. ഈ സമയത്ത് കയ്യിൽ തെറിക്കാതെ സൂക്ഷിക്കണേ. ശർക്കരയൊക്കെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും അടുപ്പിൽ വെച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കയ്യിലൊക്കെ തെറിക്കും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് കുറച്ച് ദൂരെയൊക്കെ നീങ്ങി നിന്നിട്ടൊക്കെ വേണേ ചെയ്യാൻ. പിന്നെ ഗ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കയ്യിലൊന്നും തെറിക്കാതെ നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പശുവിൻ പാലാണ്. ഞാൻ 1/2 ലിറ്റർ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പശുവിൻ പാലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. പശുവിൻ പാൽ ചേർത്തിട്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരുത്തില്ല. തേങ്ങാപ്പാലാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് വരും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്നും കൂടി ഇളക്കിയെടുക്കാം. പാൽ ചേർത്ത് കഴിഞ്ഞാൽ അത് തേങ്ങാപ്പാലാണെങ്കിലും പശുവിൻ പാലാണെങ്കിലും ചേർത്ത് കഴിഞ്ഞിട്ട് അധികം നേരം അങ്ങനെ തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഒന്ന് ചൂടായി വരുന്ന പരുവാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ഓണം, വിഷുവൊക്കെ പോലെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പായസങ്ങളാണല്ലോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലായിടവും സേമിയ, പാലടയൊക്കെയാണ് ചെയ്യുന്നത്. എന്നാലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണേ. പൈനാപ്പിളൊക്കെ കിട്ടുന്ന സമയത്ത് നന്നായി തണുത്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ പായസം നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം. നല്ല ടേസ്റ്റായിട്ടോ, നല്ല പായസമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.